രാഹുലെ, ഒരു സാധാരണക്കാരൻ്റെ ശബ്ദമായാണ് രാഹുൽ ഇപ്പോൾ നേഷൻ ഫസ്റ്റിനോടൊപ്പം സംസാരിക്കാനിരിക്കുന്നത്. അതായത് ബബ്ബബ്ബ എന്ന ദിലീപ് മോഹൻലാൽ ചിത്രം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിറഞ്ഞ സദസ്സാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സംസ്കൃതമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഒരു കൂട്ടം ആൾക്കാർ അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രം കാണുന്നില്ല, മറ്റു ചിലർ അവനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. ചിത്രം എങ്ങനെയുണ്ട്? ചിത്രം വളരെ ഗംഭീരം ആണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് വലിച്ചു കീറി കൊല്ലാനല്ല, അതായത് അത് ആ ഒരു സിനിമയെ അവർ പറഞ്ഞ പോലെ ഒരു മാഡ്നെസ് രീതിയിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ലോജിക്കൊന്നും നോക്കാതെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ്. ഈ പറയുന്ന പോലെ അത്രയും വലിയ കുഴപ്പങ്ങളൊന്നും ഈ സിനിമയിലില്ല. എടുത്ത കുഴപ്പങ്ങളുണ്ട്, അതെല്ലാ സിനിമയിലും കാണും. ഏത് സിനിമ എടുത്താലും കുറ്റം പറയാനാണെങ്കിൽ കാണും. അത് സിനിമയെന്നല്ല, ഈ ലോകത്തുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു കുറ്റം, നെഗറ്റീവ് കാണും. ഈ സിനിമ ഇറങ്ങി ആദ്യത്തെ ഷോയോ രണ്ടാമത്തെ ഷോയോ ഏത് ഷോയാണ് കണ്ടത്? ആദ്യ ഷോയ്ക്ക് ശേഷം അശ്വന്ത് ഗോക്കിന്റെ ഉൾപ്പെടെയുള്ള വീഡിയോകൾ കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ അശ്വന്ത് ഗോക്ക് അതിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള പുള്ളിയുടെ ഒന്നും റിവ്യൂ കണ്ടാലും പോവാൻ നിൽക്കലെന്ന് ഞാൻ പറയും. പുള്ളി ബ്രോമൻസിനെ കുറിച്ച് വേറൊരു തരത്തിൽ പറഞ്ഞു. എനിക്കറിയാൻ വയ്യാത്തത്, ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ലാലേട്ടൻ ഉൾപ്പെടെ ഈ സിനിമയുള്ള എല്ലാ ക്രൂവിലും ഉള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യാനാണെങ്കിൽ ഈ സിനിമ കാണണ്ട, ഇതിനെ ആ ഒരു തലത്തിൽ കാണുന്നെങ്കിൽ കണ്ടാൽ മതി. ഇത് എന്താ പറയുക, എനിക്ക് കണ്ടിട്ട് അയാൾ കുഴപ്പങ്ങളുണ്ട്, ഇല്ലെന്നല്ല, കുഴപ്പങ്ങളുണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞതിൻ്റെ അത്രയും വലിയ കുഴപ്പങ്ങളൊന്നും ആ സിനിമയ്ക്കില്ല. അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ. പിന്നെ ഈ ചേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ അവൾക്കൊപ്പം ടീംസ്, എനിക്കറിയാം ഏത് എല്ലാവരും ഞങ്ങളൊന്നും അവർക്കെതിരല്ല. അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ഒരേ സമയം രാഹുൽ ഉൾപ്പെടെയുള്ളവർ ദിലീപിനെ ആരാധിക്കുന്നു, അതേപോലെ തന്നെ ലാലേട്ടനെ, ശ്രീ മോഹൻലാലിനെ ആരാധിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ മോഹൻലാലിനും ദിലീപും ഒരുമിച്ച് ഒരു പടം വരുമ്പോൾ തീർച്ചയായിട്ടും ബോക്സ് ഓഫീസ് ഒന്ന് ഇളകും. ആ പടത്തിൽ ഇത്തരം ഒരു കേസിന്റെ പശ്ചാത്തലമൊക്കെ രാഹുലും നമ്മുടെ മറ്റ് ചാനലുകളിലൊക്കെ സ്ഥിരമായി ചർച്ച ചെയ്യുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ ഇത് കാണുന്നതുമാണ്. അപ്പോൾ ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ്, ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഈ സിനിമ കാണണം എന്നൊരു തീരുമാനം എടുത്തത്? ഞാൻ നോക്കുന്ന മോഹൻലാല്, ദിലീപ്, ഓക്കെ, അതൊരു ഫാക്ടറാണ്, അല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ ഈ ഒരു കേസ് വന്നുകൊണ്ട് അങ്ങനല്ലേ സിനിമയായിട്ടേ കാണുന്നുള്ളൂ. അതിന് പിന്നിൽ ഈ രണ്ട് പേര് മാത്രമല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. അവരെ മാത്രം നോക്കി കാണുന്നവരെ ഞാൻ വേറെ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. സിനിമയെന്ന് പറയുമ്പോൾ സിനിമയായിട്ട് കാണണം, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓക്കെ, വിമർശിക്കണ്ട എന്നല്ല പറയുന്നത്, വിമർശിക്കാം. ആ സിനിമയിലെ അതിൻ്റെതായ രീതിയിൽ വിമർശിക്കാം. അതുമായിട്ട് ആ സിനിമയായിട്ട് ബന്ധമല്ലാത്ത ഈ കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പോകാതിരിക്കുന്നവരെ എനിക്കൊന്നും പറയാനില്ല. സിനിമയായിട്ട് കാണണം. ഞാൻ അതിന്റെ ബാക്കിയുള്ള എന്തുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ആ സിനിമ കാണണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തി? സിനിമ കാണണം അവനോടൊപ്പമാണോ? അവനോടൊപ്പം അവളോടൊപ്പം എന്നല്ല. ഞാൻ സിനിമ സ്നേഹിക്കുന്ന ഒരാളാണ്. ദിലീപിനൊപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഈ ഒരു, അതായത് സപ്പോസ് ദിലീപ് ഇതിന് നിരപരാധിയാണെങ്കിൽ ശരിക്കും ഇതിൽ ആരാണ് ഇരയായപ്പെട്ടത്? ശരിക്കും ഇതിൽ ഈ അതിജീവിതയുടെ കൂടെ എന്ന് പറയുന്നവരെല്ലാം ആ ഒരു കാര്യത്തിൽ മാത്രം, ഇതിലും വലിയ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും അവർക്കൊപ്പം ഒന്നും നിൽക്കാതെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇത്രത്തോളം ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു കാര്യത്തിൽ ഇത്രയും ഇതോടുകൂടി, അതായത് ഇത്രയും ഭയങ്കരമായിട്ട് വികാരമായിട്ട് നിൽക്കണമെങ്കിൽ അവർക്ക് എന്തേലും ഒരു മുൻവൈരാഗ്യം ഇല്ലാതെ അവരിങ്ങനെ നിൽക്കത്തില്ല. അതായത് അതിജീവിത 8.5 വർഷം നടത്തിയ നിയമ പോരാട്ടം എന്ന് പറയുന്നത് മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ്. അതിജീവിതയെ കുറിച്ചല്ല പറഞ്ഞത്. പിന്നെ അവർക്ക് സപ്പോർട്ടായിട്ട് ഇരിക്കുന്ന വേറെയും കുറച്ച് ആളുകളുണ്ടല്ലോ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹം എന്നല്ല, സമൂഹമുണ്ട്. പക്ഷെ അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഇമോഷനായിട്ട് കരഞ്ഞും പിടിച്ചൊക്കെ കാണിക്കുന്ന ചിലരുണ്ട്. സ്ത്രീ പക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഈ പൊളിക്കാൻ നോക്കുന്നത് അവൾക്കൊപ്പം ടീംസ് ആണെന്നാണോ വിശ്വസിക്കുന്നത്? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൻസിഡന്റിനെ വളരെ വികാരമായി കാണുന്നവർക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയില്ല എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിനെ വേറൊരു തലത്തിലെടുക്കുന്ന ചിലരുണ്ട്. അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഈ ദിലീപിനെതിരെ കേസ് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ചിലർ ദിലീപിനെ ടാർഗറ്റ് ചെയ്ത് മാത്രം നിൽക്കുന്നു, ഇവർക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു.
എന്തുകൊണ്ട് മറ്റുള്ള സ്ത്രീകൾക്ക് വരുമ്പോൾ ഇവര് അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല? ഈ ഒരു കാര്യത്തിൽ മാത്രം ഊന്നി ഇവർക്ക് മാത്രം സപ്പോർട്ട് ചെയ്ത് WCC ഇങ്ങനെയുള്ള സംഘടനകളുണ്ട്, അതിൽ നിൽക്കുന്നവരെല്ലാം സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മാത്രം നോക്കി, അതായത് പുരുഷന്മാർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ മാത്രം നോക്കി അതിനെ മാത്രം അനുകൂലിച്ച് നിൽക്കുന്നവരാണ്. അവർക്കുള്ള മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല. അങ്ങനെയുള്ളതിനൊന്നും മുന്നോട്ട് വരാതെ ഇപ്പം ഭാഗ്യലക്ഷ്മി പേരെടുത്ത് തന്നെ പറയുന്നതിന് കുഴപ്പമില്ല, അവര് പറഞ്ഞിട്ടുള്ള കാര്യം അവര് ബാക്കിയുള്ള എത്രയോ സ്ത്രീകൾക്ക് എന്തൊക്കെ പ്രശ്നം വന്നിട്ട് ഇതേപോലെ വികാരപരിതയായി ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതില്? അപ്പോൾ അതിന് പിന്നിൽ ഗൂഢോദ്ദേശമുണ്ട്. ഗൂഢോദ്ദേശം ഉണ്ടെന്നല്ല, എന്തേലും ഒരു ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് ചേട്ടനോട് എന്തെങ്കിലും ഒരു വൈരാഗ്യമുണ്ട്, മുന്നോട്ട് എനിക്ക് ഇഷ്ടമല്ല, ചേട്ടൻ എനിക്ക് ഇഷ്ടമല്ലെന്നിരിക്കട്ടെ, ഇഷ്ടമല്ലെങ്കിൽ ചേട്ടനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൂടെ നിന്ന് ചേട്ടനെ കൂടുതൽ തകർക്കാൻ ശ്രമിക്കും. അല്ല, ഇപ്പോൾ രാഹുൽ ഉൾപ്പെടെയുള്ളവർ ഇതിനെപ്പറ്റി വാദിക്കുന്നവരാണ്. ദിലീപിനെ കോടതി വെറുതെ വിട്ടിട്ടും ഇവിടുത്തെ ഒരു പറ്റം ആൾക്കാർ അവരെ കടന്നാക്രമിക്കുന്നു, ദിലീപ് എന്ന നടനെ കടന്നാക്രമിക്കുന്നു പറഞ്ഞു. ഇതിൽ നിങ്ങൾക്കുള്ള കുറേ സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങളൊക്കെ എന്താണ്? അതായത് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന കുറേ സംശയങ്ങൾ വാദത്തിന്റെ ഭാഗമായി പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദിലീപ് നിരപരാധി ആണ് എന്ന് സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞല്ലോ ഓൾറെഡി, സ്ഥാപിക്കേണ്ട ആവശ്യമില്ല, അത് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കൂട്ടം ഇതിനെ എതിർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ അതായത് നിങ്ങൾ സ്വന്തമായി ഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ട് ദിലീപ് നിരപരാധിയാണെന്ന്, അതായത് ദിലീപിന്റെ പക്ഷത്ത് എന്തുകൊണ്ട് നിൽക്കുന്നു. അതിപ്പം എന്താ പറയാ, സ്വാഭാവികമായിട്ട് ഞാൻ വളരെ ആധികാരമായിട്ട് അങ്ങോട്ട് കടന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. എന്റെ മുന്നിൽ വന്നിട്ടുള്ള കുറച്ച് ഡൗട്ട് സാധാരണക്കാരൻ സാധാരണയായിട്ട് ചിന്തിക്കുമ്പോൾ എന്താ, ഇവിടെ കോടതി എപ്പോഴും നോക്കുന്നുണ്ട് കോടതിയെ വിലക്കെടുക്കാമെന്നും ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണ്ട. ദിലീപിനേക്കാൾ പണവും പദവിയുള്ള കുറെ വലിയ ആൾക്കാർ അവർക്ക് കോടതിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കോടതി നോക്കുന്നത് തെളിവും മറ്റു കാര്യങ്ങളുമാണ്. അതൊന്നും കോടതി ചോദിക്കുന്നതിനൊന്നും അവർക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. കോടതി ചോദിക്കുന്ന ഉത്തരവില്ല, അവർക്ക് തെളിവുകൾ കാണിക്കാനും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ എന്തിന് കോടതി, അതായത് ഇങ്ങനെ ദിലീപിനെതിരെ ഇത്രയും പേര് നിൽക്കുമ്പോൾ കോടതി വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ പിന്നെ അതിനെ കീറിമുറിച്ച് വേറെ രീതിയിൽ പറയുന്നവർ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ വേറെ തെളിവുകൾ ഹാജരാക്കിയിട്ട് പറഞ്ഞാൽ ഓക്കെ, അവരുടെ തെളിവുകളുണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ലാതെ ഒരു പൾസർ സുനി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ പറഞ്ഞ് കേട്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്ന ഇത്രേ ഉള്ളൂ, കോടതി ഇപ്പോൾ പറയുന്നത് അവർക്ക് ദിലീപിനെതിരെ വേറെ തെളിവുകളും കാര്യങ്ങളൊന്നുമില്ല എന്ന് കരുതി ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നൊന്നല്ല പറയുന്നത്. ദിലീപ് അല്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ദിലീപിൻ്റെ ഒരു ആരാധകനാണ്, ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിരിക്കെ തന്നെ ഞാൻ ഇതിനെ നിഷേധിക്കുന്നില്ലെന്നല്ല. അതായത് ഈ അതിജീവിതയുടെ ആ ഒരു വികാരത്തെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ദിലീപ് അല്ല എങ്കിൽ ഈ സമൂഹം അയാളോട് കാണിക്കുന്നത് നീതിയാണോ? ഈ സമൂഹം എന്താ കാണിക്കുന്നത്? ഇപ്പം മറ്റ് ഇതിലും കേസിലുള്ള വേടൻ 2 നീതി എന്തിനാണ്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറച്ച് ഇതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ദിലീപിനോട് നിൽക്കാനാണ് തോന്നുന്നത്. ഞാൻ ദിലീപിനോട് അതുകൊണ്ട് ശക്തമായി നിൽക്കുന്നു. അപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടേണ്ടതില്ലേ? അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് കൊണ്ട് ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്നല്ലല്ലോ. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ അത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അല്ലാതെ ദിലീപ് ശിക്ഷിക്കപ്പെട്ടിട്ട് എന്തിനാണ്? ദിലീപ് തെറ്റുകാരനല്ലെങ്കിൽ അയാളെ വെറുതെ വിടണം. എന്തിനാണ് ഒരാളെ ഇങ്ങനെ മാനസികമായി 8-9 വർഷം പുള്ളിയുടെ ജീവിതം കളഞ്ഞില്ലേ? 8-9 വർഷം പുള്ളി മാനസികമായി എന്തുമാത്രം. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിൽ കാണിച്ച കോലാഹലങ്ങളെല്ലാം നമുക്കറിയാം. ദിലീപ് കാണിച്ചത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. മറ്റുള്ളവർ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് തെളിവുകൾ ഉണ്ടാക്കുന്നത് ഇതെല്ലാം എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരും മീഡിയാസും പറയുന്ന മാത്രം കേട്ട് അതെല്ലാം തലച്ചോറിൽ ഉൾക്കൊണ്ട് അത് മാത്രം ചിന്തിച്ച് അതാണ് ശരിയെന്ന് പറയുന്നത് നിങ്ങളാണോ കോടതി? എനിക്കത് ചോദിക്കാനുള്ളൂ. മാധ്യമങ്ങളാണോ കോടതി? അവരെന്ത് പറഞ്ഞാലും നാളെ നീ ഇപ്പം വേറൊരുത്തൻ്റെ അച്ഛനോ തന്തയോ എന്ത് ചെയ്യുന്ന പറഞ്ഞാലും ആ തന്ത ആശ്വസിക്കൂ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ പറയും ഇത് നിന്റെ തന്തയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കൂ. മാധ്യമങ്ങൾ പറയുന്നതെല്ലാം ശരിയാണോ? അങ്ങനെയാണ് ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഈ ഒരു ജാതി മതികൾ വർഗീയത ഉൾപ്പെടെ എല്ലാം ഏറ്റവും കൂടുതൽ ഈ കൊണ്ടുവരുന്ന മാധ്യമങ്ങളാണ് ഇവിടുത്തെ ശമന്തീരികൾ. മറ്റേ ലാലേട്ടൻ നമ്മുടെ ലൂസിഫറിനകത്ത് പറഞ്ഞ പോലെ
രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഇവർ രണ്ടുപേരും ഒരു എല്ലും കഷ്ണത്തിന്റെ രണ്ട് നായ്ക്കളാണ്. അതേപോലെ മറ്റൊരു കാര്യം, എന്തുകൊണ്ട് ദിലീപ് 28ഓളം പേരുടെ മൊഴികൾ മാറ്റാൻ ശ്രമം നടത്തി? ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറുന്ന ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ അതിജീവിത സിനിമാ ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയെല്ലാം, ഒരു കാലത്ത് ദിലീപ് മലയാള സിനിമയിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു, സിനിമയുടെ എല്ലാ മേഖലകളിലും സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ്. ആ പവറും പണവും ഉപയോഗിച്ച് ഈ കേസിനെ ഒതുക്കി തീർക്കാൻ കാണിച്ചത് അദ്ദേഹത്തിന് വെപ്രാളമായി മാത്രം കാണാൻ കഴിയുമോ? ചേട്ടൻ ഒരുപാട് പേരെ ശത്രു ആക്കിയാൽ മാത്രമേ ചേട്ടന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റൂ. എന്തായാലും പലരെ ചവിട്ടി താഴ്ത്തിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയില്ല, ഞാൻ എന്റെ പ്രവർത്തന മികവും എന്റെ വിധി പലരെ ശത്രുക്കളാക്കേണ്ടി വരത്തില്ലേ? അതങ്ങനെ നിങ്ങൾ മുഖം നോക്കാതെ ഇപ്പൊ നിങ്ങളൊരു ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്തു, മുഖം നോക്കാതെ നിങ്ങൾ അയാൾക്കെതിരെ നടപടി എടുക്കുമല്ലോ? എടുക്കും, തീർച്ചയായിട്ടും എടുക്കും. അയാൾ നിങ്ങളുടെ ശത്രു ആവില്ലേ? അതെ, ആവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും കടന്നു പോകുമ്പോൾ ഒരുപാട് ശത്രുക്കൾ എന്തായാലും എല്ലാവർക്കും, ഞാൻ പറയാം, ഈ പറയുന്ന എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട്. ഇപ്പം മഹാനടന്മാരായ തിലകൻ ഉൾപ്പെടെ എല്ലാവരും ദിലീപിനെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സിനിമ ഫീൽഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവർത്തന രംഗത്ത് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ തൃപ്തിപ്പെടാത്തവർക്ക് അതിന്റെ രോഷം കാണും. ആ രോക്ഷം അവര് പുറത്ത് കാട്ടുമ്പോൾ എന്ന് കരുതി അത് മറ്റൊരാൾ തെറ്റ് ചെയ്തെന്നല്ല അർത്ഥം. അതിന് മറ്റൊരു ഭാഗവും കൂടെ കാണും, മറ്റൊരു തലം കാണും. ആ തലം ആരും കാണുന്നില്ല. മുൻനിര നടന്മാര്, വലിയ മഹാനടന്മാര് അവർ നിന്ന് പറയുമ്പോൾ അവരുടെ മറ്റൊരു ഭാഗം കാണാതെ അതാണ് ശരി എന്ന് തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇവർക്ക് ആർക്കും പേഴ്സണലി ഒരു കാര്യം അറിയത്തില്ല. പേഴ്സണലി അറിയാവുന്നവരല്ല ഇവരാരും. ഇപ്പൊ ഒരാളുടെ പുറത്തുള്ള ഒരു ജീവിതം മാത്രമേ ഇവർ കാണുന്നുള്ളൂ. ഇവര് പുറത്തെങ്ങനെയാണ് പുറത്തുള്ള ജീവിതം കണ്ടപ്പോൾ രാഹുൽ ഇപ്പോൾ ഓഫീസിൽ വരുന്നു, ഞാൻ ഓഫീസിൽ വരുന്നു. ഓഫീസ് സ്പേസിൽ ഞാനും താങ്കളും എന്താണെന്നുള്ള പ്രൊഫഷണൽ മുഖം കണ്ടേ പേഴ്സണൽ മുഖങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടല്ലോ, എന്തിന് അതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്കും ചേട്ടനും ഒരേ സ്വഭാവമല്ല, നമുക്ക് പല സ്വഭാവങ്ങളുണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കണക്ക് ഈ ഓഫീസിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് വേറൊരു മുഖമാണ്, അല്ലാതെ നമുക്കൊരു വേറൊരു സ്വഭാവമുണ്ട്. ഇങ്ങനെ ഇരിക്കെ തന്നെ ഞാൻ ഇവിടെ കാണിക്കുന്ന പല പ്രവൃത്തികളും ചേട്ടൻ പ്രൊഫഷണലി ഇപ്പൊ എടുക്കുമായിരിക്കും. പക്ഷെ ചേട്ടന് വേറൊരു സ്വഭാവം ഉണ്ടല്ലോ. ആ സ്വഭാവം വ്യക്തിപരമായിട്ട് എടുത്ത് അത് പെരുമാറും. അതുകൊണ്ടാണ് ദിലീപ് വിട്ടുപോയെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെന്തുകൊണ്ട്? അല്ല, ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഒരാളെ വിലയിരുത്തുന്നത്. അതായത് മുൻധാരണ, ഇയാൾ ഇങ്ങനെയാണെന്നുള്ള മുൻധാരണ. പലരും പറഞ്ഞു കേട്ട് ദിലീപ് ഇങ്ങനെയാണ് അങ്ങനെയാണ്, പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പറയാൻ കാണും പലർക്കും. ദിലീപ് എന്തിനാണ് പിന്നെ 28ഓളം പേരുടെ മൊഴി മാറ്റിയതിന് അതിന് ഉത്തരം തന്നില്ല ഇതുവരെ. അതിന് ഉത്തരം തരാൻ ഞാൻ കോടതി ഒന്നുമല്ല. എങ്കിലും ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഒരാള് തെറ്റ് ചെയ്തിട്ടില്ല അയാൾ എല്ലാരും കൂടെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പലതരത്തിൽ അയാൾ രക്ഷപ്പെടാൻ ചിലപ്പോൾ നോക്കാം. അതിന് ഞാൻ തെറ്റ് പറയത്തില്ല. ഇതിപ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് എനിക്ക് അറിയാത്തിടത്തോളം കാലം ഞാൻ ദിലീപിനൊപ്പം എന്ന് തന്നെ ഞാൻ പറയാം, ദിലീപിനൊപ്പം. പക്ഷെ ഇതിന്റെ സത്യം അറിയാത്തിടത്തോളം കാലം ഈ ചോദ്യം ചോദിച്ചല്ലോ, എന്തിനു മൊഴി മാറ്റി, ഇതിനുള്ള ഉത്തരവൊന്നും ഞാൻ തരാൻ അർഹനല്ല. അതിന്റെ ഉത്തരം പറയാൻ ഞാനല്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. പോലീസ് ഇതേപോലെ ഈ കാവ്യ മാധവൻ, ഉറ്റ സുഹൃത്തായ നമ്മുടെ നാദിർ ഷാ, ഇവരെല്ലാം മൊഴി മാറ്റി എന്ന് പറഞ്ഞു. ഇവരെല്ലാം ഉറ്റ സുഹൃത്താണ്. ഇവരെല്ലാം വെച്ച് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് തെളിവുകൾ ഉണ്ടാക്കി, ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പല തെളിവുകളും ഉണ്ടാക്കി ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള വസ്തുത ഇവിടെ നിലനിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നൊന്നും. അവസാനമായി, എന്തുകൊണ്ട് ജനങ്ങൾ ബബ്ബ കാണണം? സിനിമയായിട്ട് കാണൂ, സിനിമയായിട്ട് പോയി കാണൂ. അല്ലാതെ ഇത് ദിലീപാണ് അത് മോഹൻലാലാണ് എന്ന് പറഞ്ഞ് കാണാതിരിക്കേണ്ടതല്ല. എന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അല്ലെങ്കിൽ വിരോധം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മേപ്പോട്ട് നോക്കി ബാക്കി പറയുന്നില്ല. ഇല്ല.